സുരേന്ദ്രൻ ഭയന്ന് വിറയ്ക്കുകയാണ്. മറ്റാരെ കണ്ടുമല്ല, ശോഭാ സുരേന്ദ്രനെ കണ്ടു തന്നെ. ശോഭാ സുരേന്ദ്രൻ ഏത് തരത്തിലാവും BJP ലാൻഡ് ചെയ്യാൻ പോകുന്നത്? എന്താകും ശോഭയ്ക്ക് BJP കേന്ദ്ര നേതൃത്വം നൽകുന്ന സ്ഥാനം? BJPക്കുള്ളിൽ ശോഭയ്ക്കുള്ള സ്വാധീനം സുരേന്ദ്രന് നന്നായി അറിയാം. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. സുരേന്ദ്രനെ പോലെയല്ല, കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടാനും പ്രവർത്തിക്കുവാനും അവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലായിരിക്കും ശോഭയുടെ ലാൻഡിംഗ്? മത്സരിച്ച മണ്ഡലത്തിലെല്ലാം വോട്ടുകൾ കൂടി മുന്നേറുന്ന ശോഭാ സുരേന്ദ്രൻ BJP സംസ്ഥാന നേതൃത്വത്തിനാണ് ഇപ്പോൾ ശരിക്കും വെല്ലുവിളി ഉയർത്തുന്നത്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുമാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം പ്രവർത്തകർ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ വയനാട്ടിൽ ശോഭ മത്സരിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നേടിയ വോട്ടുകളേക്കാൾ കൂടുതൽ നേടിയാൽ അത് സുരേന്ദ്രന് നാണക്കേടാകും. സുരേന്ദ്രനേക്കാൾ കേരളത്തിൽ സ്വീകാര്യത തനിക്കാണ് എന്ന കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും അത്തരം അവസരം ശോഭാ സുരേന്ദ്രൻ ഉപയോഗിക്കും. ഈ അപകടം മുന്നിൽ കണ്ട് ശോഭാ സുരേന്ദ്രനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനാണ് സുരേന്ദ്രൻ വിഭാഗം ശ്രമിക്കുന്നത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരായി ഒരു വനിത തന്നെ മത്സരിക്കട്ടെ എന്ന് BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ സകല കണക്ക് കൂട്ടലുകളും തെറ്റും. വയനാടിനേക്കാൾ BJP പ്രധാനമായി കാണുന്ന മത്സരം പാലക്കാടാണ്. വയനാട്ടിൽ ആര് മത്സരിച്ചാലും 3-ാം സ്ഥാനത്താണ് BJP എത്തുക. എന്നാൽ പാലക്കാട്ടെ ചിത്രം അതല്ല. അവിടെ അവർ വിജയസാധ്യത മുന്നിൽ കാണുന്നുണ്ട്. 2019 3859 വോട്ടുകൾക്ക് മാത്രമാണ് മണ്ഡലം BJPയെ കൈവിട്ടിരുന്നത്. ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 9707 വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDFിനുണ്ടെങ്കിലും ഒന്നാഞ്ഞു പിടിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ BJP വിജയിക്കുമെന്ന അവസ്ഥയിൽ ഇടതുപക്ഷ വോട്ടുകൾ പോലും ഷാഫി പറമ്പിലിന് ലഭിച്ചിട്ടുണ്ട് എന്നും, എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ അത്തരം ഒരു വോട്ട് ഷിഫ്റ്റിങ്ങിന് നടക്കില്ല എന്നുമാണ് BJP കരുതുന്നത്. മണ്ഡലത്തിലെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെയാണ്. ശോഭയുടെ പേര് വയനാടിന് പുറമെ പാലക്കാടും ഉയർന്നു വരുന്നത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദന ആയിരിക്കുകയാണ്. മുൻപ് മത്സരിച്ച C കൃഷ്ണകുമാറോ K സുരേന്ദ്രനോ പാലക്കാട് മത്സരിക്കുമെന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം. എന്നാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ശോഭയുടെ ഗ്രാഫ് ഇവർക്ക് മീതെ ഉയർന്നു നിൽക്കുന്നതിനാൽ ശോഭയെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ ശോഭ വയനാട്ടിലോ പാലക്കാടോ മത്സരിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ് കേന്ദ്ര നേതൃത്വത്തിലുള്ളത്. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വീതം വർദ്ധിപ്പിച്ചതും ശോഭാ സുരേന്ദ്രന് അനുകൂല ഘടകമാണ്.